ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ഒരു ജീവിതക്രമമാണ്. പലപ്പോഴും ഉടമ്പടിയുടെ ഓരോ ദിവസങ്ങളും ഈ സാക്ഷ്യത്തിൻ്റെ അൾത്താരയിൽ നിൽക്കുമ്പോൾ നമ്മളെ വല്ലാത്ത രീതിയിൽ സംഭ്രമിപ്പിക്കും. കാര്യം നാനാജാതി മതസ്ഥർ ഒരു ഷോർട്ട് ടൈമിൽ വെറും വളരെ ചുരുങ്ങിയ 4 മണിക്കൂറല്ലേ നിങ്ങൾ ഉടമ്പടി കാര്യങ്ങൾ ദൈവകാര്യം കേൾക്കാൻ വേണ്ടി ചെലവഴിക്കുന്നുള്ളൂ. 40 വർഷം ദൈവകാര്യം കേൾക്കാൻ വേണ്ടി ചെലവഴിച്ചതിനേക്കാൾ എക്സ്പീരിയൻസാണ് ചിലർക്ക്. ചിലർ 40 വർഷമൊക്കെ ദൈവകാര്യം കേട്ടിട്ട് ഇന്ന് വരെ പച്ച പിടിക്കാത്ത ആൾക്കാരുണ്ട്. ഇത് 4 മണിക്കൂറാണിത് കേൾക്കണത്, ദൈവകാര്യം കേൾക്കണത്. പക്ഷെ അവരതിൻ്റെ അകത്ത് റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. നമ്മൾ എന്ത് കേൾക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. കേൾക്കുന്ന സമയങ്ങളിൽ തന്നെ നമ്മൾക്ക് അതിൻ്റെ സംശയങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിവാരണം ചെയ്യപ്പെടണം. ഈ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ചിലപ്പോൾ ഞാനായിരിക്കും അവിടെ നിന്നുകൊണ്ട് ഈശോയുടെ നാമത്തിൽ സംസാരിക്കണത്. പക്ഷേ ചിലർ ഇതിൻ്റെ അകത്ത് ഈ അതായത് ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 6:45. യോഹന്നാൻ 6:45. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ എല്ലാവരുമാണ്, അല്ലാതെ കുറച്ച് പേര് സെമിനാരിൽ ചേർന്ന് വൈദിക വിദ്യാർത്ഥികളായിട്ട് കുറേ 10 കൊല്ലം പഠിക്കണ അങ്ങനെയുള്ള കക്ഷികൾ മാത്രമല്ല. ദൈവത്തിൻ്റെ വാക്കുകൾ വളരെ സുതാര്യവും ലളിതവും ഹ്രസ്വവും ആണ്. എന്താണ്? അവരെല്ലാവരും ദൈവവചനം കേൾക്കുന്ന എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ആ സാധ്യത മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ വചനം പറയുമ്പോഴും നിങ്ങളൊക്കെ ജോസഫ് വചനമല്ല, ഞാനതിന് ശബ്ദം നൽകുന്ന മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ റിട്ടേൺ വേർഡ് ഓഫ് ഗോഡിന് ഞാനൊരു സൗണ്ട് ചെയ്ത് കൊടുക്കും, ഞാൻ ശബ്ദം കൊടുക്കും. എന്നുവെച്ചാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അപ്പാരറ്റസ് ചെവിയല്ലേ അല്ലേ? അപ്പം ചെവിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇനി ശബ്ദം കൊടുക്കാൻ, ശബ്ദസംബന്ധമായ കാര്യങ്ങളല്ലേ ചെവി അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ വാക്കുകൾ എടുത്തിട്ട് നിങ്ങളുടെ ചെവിക്കും എൻ്റെ ചെവിക്കും പറ്റുന്ന രീതിയിൽ ഞാൻ അതിനെ ശബ്ദം കൊടുക്കും അതിന്. അപ്പം നിങ്ങളത് കേൾക്കുകയാണ് ചെയ്യണത്. അപ്പം ചിലരെന്ത് ചെയ്യും, അത് മനുഷ്യനാൽ പഠിപ്പിക്കുന്ന പോലെയും ആകും, ദൈവത്താൽ പഠിപ്പിക്കുന്ന പോലെയും ആകും. ഇപ്പം നിങ്ങളൊരു 100 പേരുണ്ടെന്ന് വിചാരിച്ചോ, 50 പേർക്ക് ഞാൻ ജോസഫ് അച്ഛൻ പഠിപ്പിച്ച പോലെയാവും, മനുഷ്യൻ പഠിപ്പിച്ച പോലെയാവും. 50 പേർക്ക് ദൈവം പഠിപ്പിച്ച പോലെയാവും. അതെങ്ങനെ അറിയാൻ പറ്റും? ചിലർക്ക് കേൾക്കുമ്പോൾ തന്നെ സംശയങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും.
ചെറുക്കെ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതാണ് സംഭവം. ഈ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടണില്ല എന്നർത്ഥം. ക്ലാരിഫിക്കേഷൻ കിട്ടണില്ല. നമുക്ക് നമ്മൾ ഇരുട്ടത്ത് ഇറങ്ങി നടക്കുകയാണ്, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല നമുക്ക്, അല്ലേ? നമുക്ക് ഇരുട്ടത്ത് നടക്കണം, അത് പവർ കട്ടാണെന്ന് വിചാരിച്ചോ, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റണില്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. കാര്യം വചനത്തെ സംബന്ധിച്ചിടത്തോളം വചനത്തെക്കുറിച്ചുള്ള ഒരു വാക്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം തൻ്റെ പാദങ്ങൾക്ക് ദീപവും പാതയിൽ പ്രകാശവുമാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 119 സങ്കീർത്തനം 105 തിരുവചനം. 119 സങ്കീർത്തനം 105 തിരുവചനം. അങ്ങയുടെ വചനം, അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അപ്പൊ ഓരോ വചനത്തിൻ്റെയും അതിൻ്റെ മിഷൻ എന്താണ്? ദൗത്യം. വചനത്തിൻ്റെ ദൗത്യം എന്താണ്? ഓരോ വചനവും അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, എന്താണ്? പാതയിലെ പ്രകാശവുമാണ്. എന്നുവെച്ചാൽ ഞാൻ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ കൂടെയാണ് ഇത് പോണത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഞാൻ നടക്കേണ്ട വഴി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 32 സങ്കീർത്തനം 8 തിരുവചനം. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇപ്പൊ എല്ലാ ഈച്ച് ആൻഡ് എവരി ഡിസിഷന്, തീരുമാനങ്ങൾക്കെല്ലാം കറസ്പോണ്ടിങ് ലൈറ്റ് ഓഫ് വേർഡ് ഉണ്ട്. പ്രകാശത്തിൻ്റെ വചനങ്ങളുണ്ട്. ലൈറ്റ് ഓഫ് ദി വേൾഡ്, ലൈറ്റ് ഓഫ് ദി വേർഡ്, പ്രകാശത്തിൻ്റെ വചനം. അതായത് ഓരോ വിഷയത്തിനും അതിനാവശ്യമായ ലൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമായ വചനം നമ്മൾ അറിഞ്ഞിരിക്കണം. ഉടമ്പടിയിലെ ഒരു പ്രധാനപ്പെട്ട എക്സസൈസ് എന്താണ്? അരമണിക്കൂർ വചനം വായിക്കുക. പിന്നെന്താണ്? ഉടമ്പടി ധ്യാനം എല്ലാ ദിവസവും കൂടുക. ഇപ്പം അഡീഷണലായിട്ട് വെച്ചിരിക്കണത് എന്താണ്? ഡെയിലി ബ്രെഡ്. അല്ലാതെ ഉടമ്പടിയുടെ പരിസരങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ, ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് അറിയണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി വിഹിതമായ വചനങ്ങൾ അറിയണം നമ്മൾ. ഉടമ്പടി വിഹിതമായ വചനങ്ങളാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ വെളിച്ചമായിട്ട് വരണത്. നമ്മുടെ ഉടമ്പടി ജീവിത പാതയിൽ വെളിച്ചമായിട്ട് വരണത് ഉടമ്പടി വിഹിതമായ വചനങ്ങളാണ്. അതുകൊണ്ടാണ് അരമണിക്കൂർ വചനം വായിക്കണമെന്ന് പറയുമ്പോൾ ഉടമ്പടി വചനമാണ് നമ്മൾ വായിക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു കുഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞു. ഒരു കോതമംഗലത്ത് ഒരു കൊച്ചുണ്ട്, എൻ്റെ പേര് ഞാൻ പറഞ്ഞു. അവൻ സാക്ഷ്യം പറഞ്ഞ അവന് ബൈബിൾ അവരുടെ ജില്ലയിൽ ബൈബിൾ ജിസ്മോൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ബൈബിൾ ക്വിസാണ്. അവനെന്താ ചെയ്യണത്? അവൻ രാവിലെ എഴുന്നേറ്റിട്ട് ഡെയിലി ബ്രെഡ് കേൾക്കും, എന്നിട്ട് അതിൽ പറയുന്ന വചനങ്ങളെല്ലാം കുറിച്ച് വെക്കും. അത് മാത്രമാണ് അവൻ പഠിച്ചിരിക്കുന്നത്. 2 മാസത്തെ വചനങ്ങൾ ഗൃഹപാഠമായിട്ട് പഠിച്ചു. 102 വചനങ്ങൾ പഠിച്ചു. 302 വചനങ്ങൾ അവൻ പഠിച്ചു. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഉടമ്പടി വളരെ ദൈവികമായ ഒരു സംവിധാനമാണ്. കാര്യം അത് എന്നെ ഞെട്ടിക്കണമെന്ന് പറയുന്നത്, ഞാനിപ്പോൾ അച്ഛനായിട്ട് ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട് 10-39 കൊല്ലം ആയി, അപ്പം കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ ജനങ്ങളെ അനുദിനം ഒരുമിച്ച് കൂട്ടുകയും നാനാജാതി മതസ്ഥരെ അവരുടെ വേദന കാലങ്ങളിലെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്കും പരിപാലനയിലേക്കും വിളിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷ ഞാൻ എൻ്റെ ജന്മത്തെ കണ്ടിട്ടില്ല. ഞാൻ ചരിത്രം നല്ലവണ്ണം പഠിക്കുന്ന ആളാണ്. ഓരോ ശുശ്രൂഷകളും എന്ന് തുടങ്ങി. ഇപ്പം നിത്യാരാധന ഇന്ന് 13-ാം നൂറ്റാണ്ടിലാണ് നിത്യാരാധന തുടങ്ങിയത്. 13-ാം നൂറ്റാണ്ട് 700 കൊല്ലമേ ആളെ നിത്യാരാധന തുടങ്ങിയിട്ട്. കുരിശിൻ്റെ വഴി സഭയിലെ ശുശ്രൂഷയാണ്. അതിൻ്റെ തുടങ്ങിയിട്ട് 800 കൊല്ലമായി. 12-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്.
ജപമാല 16-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. പക്ഷെ ഇതെല്ലാം അനുവർത്തിക്കുന്നത് ആരാണ്? ദോസ് ഹു ആർ മെൻറ്റ്. അത് ആരാണ് ഇതോടെ മെൻറ്റ്? കാത്തലിക്സാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ ഉടമ്പടി കാലം വന്നപ്പോഴാണ് ക്രിസ്ത്യൻസിന് മൊത്തം CSI, പെന്തക്കോസ്ത്, മാർത്തോമ, ഓർത്തഡോക്സ്, യാക്കോബ, കത്തോലിക്ക, ഇനി നോൺ ക്രിസ്ത്യൻസ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാനും കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിക്കാനുള്ള സംവിധാനമായിട്ട് ദൈവം തന്നാണ് ഉടമ്പടി. അതിപ്പോഴേ നമ്മൾ 16-ലാണ് ഇത് ആക്ടിവേറ്റ് ആകണത്. 16 തൊട്ട് ഇങ്ങോട്ട് 8 കൊല്ലത്തെ വളർച്ചയിൽ എന്തൊരു വളർച്ചയാണ് ജനങ്ങൾ, എന്തൊരു ദൈവാനുഭവമാണ് ജനതകൾ പ്രാപിച്ചത്. അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രകാശം കണ്ടു എന്ന് പറഞ്ഞില്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. മത്തായി 4:16. മത്തായി 4:16. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അത് ഈശോനെ കുറിച്ചാണ് അത് പറയണത്. പക്ഷെ അതിൻ്റെ ഫലപ്രാപ്തി ഈശോൻ്റെ കാലത്ത് പോലും അതേസമയം തന്നെ വിജാതിയരും യഹൂദരുമൊക്കെ ഈശോയെ സ്വീകരിക്കുന്നതിന് ഭയങ്കരമായ തടസ്സങ്ങളുണ്ടായിരുന്നു. സഭയിൽ വിവാദങ്ങളായ പഠനങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ്. ചില യഹൂദന്മാരായിട്ടുള്ള ആൾക്കാർ ക്രിസ്ത്യാനിലേക്ക് വന്നപ്പോൾ ഈ ക്രിസ്ത്യാനിസായിട്ടുള്ള പത്രോസിനെപ്പോലുള്ളവർ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഈ വിജാതിയരായിട്ടുള്ള ആൾക്കാർ ക്രിസ്ത്യാനിലേക്ക് വന്നപ്പോൾ പത്രോസ് ആദ്യം പറഞ്ഞു, നിങ്ങൾ ആദ്യം യഹൂദരാകണം, പിന്നെ നിങ്ങൾ സർക്കംസിഷനൊക്കെ ചെയ്യണം, ഛേദനാചാരം ചെയ്യണം, എന്നിട്ട് ക്രിസ്ത്യനായിട്ട് ബാപ്റ്റിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ സങ്കീർണങ്ങളായ പഠനങ്ങളൊക്കെ വന്നു. അതിനോട് ബന്ധപ്പെട്ട് ഇതുപോലെ കാഴ്ചപ്പാടുകളുടെ വിഷയമങ്ങൾ കാരണം ഒത്തിരി ആര്യനിസം അങ്ങനെയൊക്കെ കുറേ അധികം പാഷാണ്ഡതകളും സിസ്റ്റമുകളൊക്കെ സഭയിലുണ്ടായി. പിന്നെ സഭയുടെ കുറേ പണി തന്നെ ഇതിന് മറുപടി പറഞ്ഞ് നടക്കുന്നതായിരുന്നു. കുറേ നൂറ്റാണ്ടുകൾ തന്നെ അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിവാദമില്ല. എന്താണ്? സിമ്പിളാണ്, എല്ലാവർക്കും സിമ്പിളാണ്. ഫസ്റ്റ് ഫ്രഷ് കമേഴ്സിന് വരെ എന്താണ്, വേറെ ഒന്നുമില്ല, അവൻ പറയണ പോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ. വീഞ്ഞില്ല, വെള്ളമില്ല, ജോലിയില്ല, ജീവിതമില്ല എന്നൊക്കെ പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാം. എത്ര സാമ്പത്തികമായ ബാധ്യതകൾ കിടന്നവരും രോഗമൂർച്ഛയിൽ കിടക്കുന്നവർക്കും ആരോഗ്യത്തേക്ക് തിരിച്ചു വരാം. സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. എന്താണ്? സുവിശേഷവിഹിതമായി ജീവിതം പുനഃക്രമീകരിക്കണം. നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ തുടരുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്കാരം തുടരുകയോ അതൊന്നും ഉടമ്പടി അവിടെ വന്ന് ആരെയും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നിങ്ങളോട് എന്താ പറയണത്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഈ ഉടമ്പടിയിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവലംബം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഉടമ്പടിയിലാണ് നിങ്ങൾ ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവലംബങ്ങൾ ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. അത് അനുസരിച്ച് ചെയ്യുമ്പോൾ പിന്നെ എല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമാണ് നടക്കുന്നത്, അല്ലാതെ സഭയുടെ പഠനങ്ങളനുസരിച്ചല്ല. അതായത് വ്യത്യാസം അതാണ്. അതുകൊണ്ടാണ് ഞാൻ നോൺ ക്രിസ്ത്യൻസിനെ ഡിസ്റ്റർബ് ചെയ്യാത്തതിൻ്റെ കാരണം. നിങ്ങൾക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് കാത്തലിക്സ് സഭയുടെ പഠനങ്ങൾക്കാണ് പ്രധാനം. ദൈവവചനം പോലെ പ്രാധാന്യമാണ് സഭയുടെ പഠനങ്ങൾക്കും. കാര്യം ഞങ്ങൾക്ക് അതിൻ്റെ ആ മേഖലയിൽ ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യങ്ങൾ തന്നിട്ടുണ്ട് സഭ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഫ്രഷ് കമേഴ്സാണ് വരണത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവം? നിങ്ങളുടെ ആധാരങ്ങൾ എന്താണ്? വചനമാണ് നിങ്ങളുടെ ആധാരം. നിങ്ങളുടെ അവലംബം എന്താണ്? ആ വചനം അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളുടെ റിസ്ക് തീർന്ന്, നിങ്ങൾക്ക് കടമാണ്, രോഗമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ല, നിങ്ങളതിൻ്റെ അകത്ത് ആശ്രയം വെച്ചിരിക്കുന്നത് ഉടമ്പടിയാണ്. ഉടമ്പടി അവലംബങ്ങളെന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തോടെ മുന്നേറുന്നവരെ നിങ്ങൾക്കറിയാമല്ലോ. വാഗ്ദാനത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനത്തിൽ 100% അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരുപക്ഷെ ഏക ആധ്യാത്മിക പരിചരണമാണ് ഈ ഉടമ്പടി. എന്താ കാര്യം? ഉടമ്പടിയെ അവലംബപ്പെടുത്തിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്.
വാഗ്ദാനം എന്തുമാത്രം ഉണ്ടെന്നാണ് വിചാരിക്കണത്? അതായത് 8850 വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങളിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത്, അല്ലാതെ മറ്റ് പഠനങ്ങളിലല്ല. അതാണ് എൻ്റെ അക്രൈസ്തവരുടെ ഏറ്റവും വലിയ ഗുണം. അതാണ് കാര്യം. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉടമ്പടി വർക്ക് ചെയ്യണത് സഭാ പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. എന്താണ് ഉടമ്പടി വർക്ക് ചെയ്യണത്? അക്രൈസ്തവർക്ക് ഉടമ്പടി വർക്ക് ചെയ്യണത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അയ്യോ, ബൈബിളിൽ ടേക്ക് ദ ബെഡപ്പട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 2:13 നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഒരു ഭയങ്കര ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് ഇത് മൊണോപ്പൊളി ഇല്ല ഇതിൻ്റെ അകത്ത്. ഓപ്പൺ മാർക്കറ്റ്. മറ്റത് റിസർവ്ഡ് ഇല്ല, ആർക്കെങ്കിലും വേണ്ടി റിസർവ് ചെയ്തിരിക്കണമല്ല. ഇപ്പം കൃപ റിസർവേഷനിലുള്ളതാണ്. പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിത്യരക്ഷയ്ക്ക് ആവശ്യമായ കൃപ കൗതാശികമായി റിസർവ്ഡാണ് നിത്യജീവനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ അന്ത്യ തീരുമാനങ്ങൾ എടുക്കണത്, അക്രൈസ്തവരെക്കുറിച്ചുള്ള അന്ത്യ തീരുമാനം എടുക്കുന്നത് ആരാണ്? ദൈവമാണ് തീരുമാനം എടുക്കുന്നത്. അതെവിടെ നിന്നാണ് ആ തീരുമാനം വരണത്? നിങ്ങളുടെ ആത്മാർത്ഥതയിലൂടെയാണ് തീരുമാനം കയറുന്നത്. നിങ്ങളുടെ ഓരോ വ്യക്തികളും ക്രിസ്തുവിനോട് ഇപ്പോൾ വിഷയബന്ധിയായിട്ട് നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാം, വ്യക്തിബന്ധിയായിട്ട് ഉടമ്പടി എടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗങ്ങളെല്ലാം വിഷയബന്ധിയായിട്ട് ഉടമ്പടി എടുക്കുന്ന തുടക്കക്കാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അക്രൈസ്തവരിൽ നിന്ന് വരുന്ന തുടക്കക്കാരില്ലേ, അവർ ചെയ്യണത് വിഷയബന്ധിയായിട്ടാണ് ഉടമ്പടി എടുക്കണം. അവർക്ക് IELTS പാസ്സാകണം, അവരുടെ വസ്തു വിൽക്കണം, കടങ്ങൾ മാറണം, വിഷയബന്ധിയാണ്. ഉടമ്പടിയുടെ ആദ്യ പ്രൈമറി ഭാഗങ്ങളെല്ലാം വിഷയബന്ധിയാണ്. ഉടമ്പടി കുറച്ചുകൂടി മച്ചുറായി കഴിയുമ്പോൾ, ഉടമ്പടി ജീവിതമാണല്ലോ, അത് വ്യക്തിബന്ധിയായിട്ട് മാറും. അത് ഓപ്ഷനിലാണ്. ഞങ്ങളാരും നിങ്ങളോട് വ്യക്തിബന്ധിയാകണമെന്ന് നിർബന്ധിക്കുകയോ നിർബന്ധപൂർവ്വം നിങ്ങളെ മതം മാറ്റുകയോ അങ്ങനെ വിഷയം വരെ ചെയ്തിട്ടുണ്ടോ? എന്നെ ഒരിക്കലും ചെയ്യത്തില്ല. അത് ദൈവം അവനവന് കൊടുക്കുന്ന കൃപയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അത് അവനവൻ ദൈവത്തോട് കാണിക്കുന്ന ആത്മാർത്ഥയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ചിലർ വസ്തുവിന് മാത്രം ദൈവത്തിൽ ആശ്രയിക്കും, ചിലർ വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കും. അത് അവരുടെ വിഷയങ്ങളാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ആത്മബന്ധം നീയുമായിട്ടുണ്ടാകുവാൻ ഈ ആരാധനയിലൂടെ പ്രത്യേകമായി ഞങ്ങളോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പക്ഷേ എൻ്റെ മക്കളോട് പറഞ്ഞിരിക്കണത് എന്താണ്? ഉടമ്പടി എന്ന് പറയണത് ബേസിക്കായിട്ട് അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയണത് ആധാരം. ഇപ്പം നമ്മുടെ സ്ഥലത്തിനൊക്കെ ഇത് എൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഉടനെ ചോദ്യം എന്താണ്? എന്ത് ആധാരമെന്ന് ചോദിക്കും. എന്താണ് അതിന്? സ്ഥലത്തിന് നമ്മൾ ആധാരം എന്നാണ് പറയണത്. ഇപ്പം നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞാൽ എന്താണ് ആധാരം? അതിനാണ് ആധാർ കാർഡ് എന്ന് പറയണത്. ബേസ്മെൻ്റ് എന്താണ്? അതിൻ്റെ അടിസ്ഥാനം എന്താ? നിങ്ങൾ ഇന്ത്യക്കാരനാണ്, അടിസ്ഥാനം എന്താണ്? കാർഡ് കാണിക്കാം, നമുക്ക് ആധാർ കാർഡ് കാണിക്കാം. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സ്ഥലം, നിങ്ങളുടെ സ്ഥലമാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാരം. അപ്പോൾ നമുക്ക് ആധാരം ഉണ്ടതിന്. ഉടമ്പടി ആധാരം എന്താ? ഉടമ്പടി ആധാരം എന്താ? നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടില്ലേ ദൈവമായിട്ട്? അപ്പോൾ അതിൻ്റെ ആധാരം എന്താ? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നിങ്ങൾ പ്രാപിക്കണമെന്നുള്ളതിന് നിർബന്ധം എന്താ? ഞാൻ ആ വാഗ്ദാനത്തിന് പറ്റുന്ന രീതിയിൽ അതിൻ്റെ നിബന്ധനകളെ പാലിക്കുന്നുണ്ട്. അതാണ് സംഭവം. സിമ്പിളല്ലേ? ദൈവത്തിന് വാഗ്ദാനങ്ങളുണ്ട്, ഓക്കെ.
നിങ്ങളുടെ ഉടമ്പടി അവലംബം എന്താ? അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം നിങ്ങൾക്ക് കിട്ടണമെന്ന് എന്താ നിർബന്ധം? അത് ഞാൻ നിബന്ധനകൾ പാലിക്കുന്നുണ്ട്, അതാണ് വിഷയം. അച്ചാൽ നിബന്ധനകൾ പാലിച്ചാൽ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുമെന്നും ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 119 സങ്കീർത്തനം 56-57 തിരുവചനങ്ങൾ. 119-56 തിരുവചനങ്ങൾ. അങ്ങയുടെ കൽപ്പനകൾ പറഞ്ഞ അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചു എന്നതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹം. കർത്താവാണ് എന്റെ ഓഹരി. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഉടമ്പടിയിൽ വരുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനം വരുന്നുണ്ട്, ദൈവത്തിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊള്ളാമെന്ന് നമ്മുടെ വാഗ്ദാനമുണ്ട്. കർത്താവിൻ്റെ കാലം വരുമ്പോഴേയും ആ ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ ഡിമാൻഡ്സ് മാറ്റണില്ല. കർത്താവ് അതിനെ ഉറപ്പിക്കുകയാണ് ചെയ്യണത്. അതിനെന്താ 15:7 വായിച്ചേ? യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അവൻ പറയണത് പോലെ ചെയ്യുന്നത് എന്താണ്? ആ ചെയ്യുന്നത് ഒരു പ്രത്യേക ഇൻസിഡന്റിന് വേണ്ടി നമുക്ക് ലോക്കലൈസ് ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേക കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ചു പോകുന്ന ഒരു മിനിമം പരിപാടിയുമായിട്ട് പോകാൻ പറ്റും. പക്ഷെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പുണ്ട്. എന്താണ് അടുത്ത സ്റ്റെപ്പ്? എന്താണ് ഈ 15:7 പറയണത്? നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞ നിങ്ങളിൽ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഏറ്റവും ശ്രദ്ധേയമായ വാക്ക് എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ളത് എന്ത് ചോദിക്കാം? 6 കാര്യമല്ല 60 കാര്യം ചോദിക്കാം ദൈവത്തോട്. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? വചനത്തിൽ നിങ്ങളെ നിലനിൽക്കണം. അപ്പോൾ ഈ ആഴ്ച നിലനിന്ന് അടുത്ത ആഴ്ച നിങ്ങളുടെ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഉടമ്പടി ബ്രേക്ക് ആവും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ ആഴ്ച നമ്മൾ നിലനിൽക്കും, അടുത്ത ആഴ്ച അത് എപ്പോഴും ഉടമ്പടിയുടെ പഠനങ്ങളുടെ ഏറ്റവും പ്രധാന കണ്ടിന്യൂറ്റി, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഉടമ്പടിയിൽ ഇപ്പം നിങ്ങൾ ഓർക്കും, ഞാൻ ഈ വെള്ളമൊക്കെ അടിക്കുന്ന ആളാണ്, ഇപ്പോൾ കൊച്ചിന് എൻ്റെ മകന് കാനഡയിൽ പോയി അവൻ്റെ PR കിട്ടാൻ വേണ്ടി ഞാനിനി കുറച്ച് നാളത്തേക്ക് വെള്ളം അടിക്കാൻ നിർത്താം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഉടമ്പടി വഴങ്ങത്തില്ല. നിങ്ങൾ ദൈവത്തെ ഇങ്ങനെ ഇതുപോലെ ഇച്ഛ വരപ്പിക്കും ദൈവത്തിന് അറിയാവുന്ന കാരണം അതുകൂടി കവർ ചെയ്താൽ പറയണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. പക്ഷേ എന്താ പ്രശ്നം? വചനത്തിൽ നിങ്ങളെ കണ്ടിന്യൂറ്റി നിലനിൽക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. ഇവിടെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചരണങ്ങൾ നൽകണത്. എന്താണ്? ഓരോ തരത്തിലുള്ള ഗൃഹപാഠങ്ങൾ നൽകും, ഇല്ലേ? പത്രം കൊടുക്കാൻ പറയും, രോഗികളെ പോയി കാണാൻ പറയും. അതെന്തിനാണ് ഗൃഹപാഠങ്ങൾ നൽകണത്? അതെന്നെ എല്ലാം ഉദ്ദേശം അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം, നിങ്ങൾ ആ ഒരു വിഷയത്തിന് വേണ്ടി വിഷയബന്ധിയായിട്ട് ചെയ്യും. അതൊന്ന് ഈ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വിഷയബന്ധിയാകുമ്പോൾ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഭയങ്കരമാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എപ്പോഴും വിഷയബന്ധി അല്ല. കാരണം നിങ്ങളുടെ IELTS-നോ നിങ്ങളുടെ മകളെ കെട്ടിക്കാനോ കെട്ടിച്ച മകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള വിഷയമായിട്ട് ബന്ധിയല്ല പ്രേക്ഷിത പ്രവർത്തനം. പ്രേക്ഷിത പ്രവർത്തനം വിഷയബന്ധിയല്ല. പലർക്കും പറഞ്ഞ അബദ്ധം അവിടെയാണ്. അവർ വിഷയബന്ധിയായിട്ടാണ് എന്താണ് ഞാനിങ്ങനെ പത്രം കൊണ്ട് കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. എനിക്ക് അതെന്താ ഉദ്ദേശിക്കണം? അവർക്ക് PR കിട്ടണം, അല്ലെങ്കിൽ അവരുടെ വസ്തു വിറ്റ് കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് വീട് വെക്കണം, അതിനു വേണ്ടി അവർ ചെയ്യണം. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം വിഷയബന്ധിയായി പോകും. അപ്പോഴേ ഡ്രൈവ് വരും. എന്താ ചെയ്യേണ്ടത്? പ്രേക്ഷിത പ്രവർത്തനം എന്ത് ചെയ്യണം? വ്യക്തിബന്ധിയായിരിക്കണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടി തെറ്റുവരാൻ സാധ്യതയുള്ള അതിനാണ്.
പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വ്യക്തിബന്ധിയായിരിക്കണം. എന്താ കാര്യം? കർത്താവിൻ്റെ കൽപ്പനയാണ് ഇതെല്ലാം എങ്കിലും ആ കൽപ്പന പാലിക്കണത് ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവനാണ് എൻ്റെ കൽപ്പന. അതാണ് വിഷയം. യോഹന്നാൻ 14:23. യോഹന്നാൻ 14:23. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആരാണ് അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോൾ ആരാണ് അവൻ പറയണ പോലെ ചെയ്യണത്? എന്നെ സ്നേഹിക്കുന്നവനാണ്. യോഹന്നാൻ 14:23 ഇതിന്റെ ഫണ്ടമെന്റ് വചനമാണ്. എന്താ കാര്യം പറഞ്ഞേ? എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോഴേ ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുന്നതാണെങ്കിലും ഈ അവൻ പറയുന്ന പോലെ ചെയ്യുന്ന ആ ചെയ്ത്തില്ലേ, ആ കർമ്മം അടിസ്ഥാനപ്പെടുത്തിയിരിക്കേണ്ടത് വിഷയബന്ധിയായിട്ടല്ല. ആ കർമ്മം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ വിഷയം സാധിക്കണമെന്നുള്ളതിനെ നേരിട്ട് ബന്ധപ്പെടുന്നില്ല. അവൻ പറയുന്ന പോലെ ചെയ്യുന്നതിൻ്റെ ബേസ്മെൻറ്റ് എന്താണ്? എന്നെ സ്നേഹിക്കുന്നവനെന്നാണ് കിടക്കുന്നത്. അവൻ പറയുന്ന പോലെ ചെയ്യണത് ആരാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? ദൈവസ്നേഹമാണ് വേണ്ടത്. അതാണ് വിഷയം. അതെപ്പോഴും ഓർത്തേക്കണം കേട്ടോ. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ആദ്യം ഓർക്കണം, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾ ഉടനെ വന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഓഫ് ലെറ്റർ വന്നാന്നല്ല നോക്കേണ്ടത്. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഞാൻ ഈ ചെയ്യണത് ഔട്ട് ഓഫ് ലവ് ആണോ, ദൈവസ്നേഹത്തോടെയാണോ? എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവസ്നേഹത്തോട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള അനുഗ്രഹം വരണത് വൈ ദ വെരി പ്രസൻസ് ആയിട്ടാണ് വരണത്. ഇപ്പം നിങ്ങൾക്ക് മഴവില്ല് കാണണം, നിങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കേൾക്കണം എന്നൊക്കെ ആർക്കാണ് കൊതിയില്ലാത്തത്? അതെല്ലാം പ്രസൻസിൻ്റെ ഇഫക്റ്റാണ്. ജോൺ പോൾ മാർപ്പാപ്പ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ജോസഫ് അച്ഛൻ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നില്ലേ? അതെല്ലാം ദൈവത്തിൻ്റെ പരിപാലനയുടെ രീതിയിലുള്ള ഓരോ പ്രസൻസാണ്. പക്ഷേ ഈ പ്രസൻസിലേക്ക് വരണത് എങ്ങനെയാണ്? അതായത് ആ 14:26 തന്നെ അതിൻ്റെ വചനം. അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും അതുവഴി എൻ്റെ വചനങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കും. അതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ പ്രസൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കേൾക്കുകയോ മഴവില്ല് കാണുകയോ സ്വപ്നം കാണുകയോ ദർശനം കിട്ടുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസൻസിൻ്റെ ഫോർമുല കറക്റ്റ് ചെയ്യണം. ആ വചനം ഒന്നൊരു വായിച്ചേ. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അതാണ് സാന്നിധ്യം എന്ന് പറയണത്. ഇപ്പം അവനെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയണത് നമുക്ക് ഒരിക്കലും ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് ഒരു വഴിപിരിയൽ വരണത്. അവിടെ വെച്ച് വഴിപിരിയും. നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാമെന്ന് പറഞ്ഞിട്ട് പിശാചെ കയ്യെ പിടിച്ച് നടക്കാൻ പറ്റത്തില്ല. പിടിയിട്ടില്ലേ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടേക്ക് ദ ബെഡ് അപ്പോൾ ദൈവത്തെയും മാമോനെയും ശ്രദ്ധിക്കട്ടെ. മത്തായി 6:24. മത്തായി 6:24. 2 യജമാനന്മാരെ സേവിക്കാൻ കിടക്കണ ചട്ടിങ്കലോ പ്രശ്നം. 2 യജമാനന്മാരെ
രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇത് സോപ്പിട്ട് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങളെ മയക്കി നിങ്ങളെ കാര്യങ്ങൾ പറയണമെന്നില്ല. കറക്റ്റ് ഡയറക്റ്റാണ്. ഇതിൻ്റെ അകത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. കർത്താവ് പച്ചക്ക് കാര്യം പറഞ്ഞൊക്കെയാണ്. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക. രണ്ട് അധികാര സാധ്യതയില്ല. നിങ്ങൾ ശക്തിയുടെ സങ്കല്പങ്ങളിൽ ക്രിസ്തു അല്ലാതെ വേറൊരു ശക്തി സങ്കല്പം വന്നാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അതിനകത്ത് വേറെ ചാൻസ് ഇല്ല. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ബോധം ഉണ്ടാകണം. ഈ വിഷയത്തിലെല്ലാം കൃത്യമായ ബോധമുണ്ട്. എന്താ കാര്യം? അതായത് സുവിശേഷ വിഹിതമായിട്ടാണ് ജീവിതം പുനഃക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ക്രിസ്തു അവലംബിയാണ്, നോ ഡൗട്ട്. ക്രിസ്തു അവലംബി ആയതുകൊണ്ട് തന്നെ നിന്റെ പാപത്തിന് പരിഹാരമായി മരിച്ച വേറെ ഒരാൾ ക്ലെയിം ചെയ്യുന്നില്ല ഈ ലോകത്ത്. അതാണ് എൻ്റെ വിഷയം. ഞാൻ നിനക്ക് പകരക്കാരനായിട്ടാണ് മരിച്ചത്. നിന്റെ പാപത്തിൽ ഇപ്പം ഞാൻ പോകുന്നില്ലെങ്കിൽ, നിങ്ങളുടെ പാപത്തിൽ ഞാൻ പോകുന്നു, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. യോഹന്നാൻ 8:21. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. സിറ്റുവേഷൻ യേശുവിനെ റിജക്റ്റ് ചെയ്താൽ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ മരണമാണ്. അത് കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്, കൃത്യമായിട്ട് ഉടമ്പടി പറയുന്നുണ്ട്. എന്താ കാര്യം? ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ്. അതാണ് വിഷയം. ക്രിസ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉറക്കെ ഭൗതികമായ ആനുകൂല്യങ്ങളും ധരിക്കരുത്. അതൊക്കെ ഇതിൻ്റെ ആദ്യത്തെ ABCD പരിപാടികളൊക്കെയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? നിൻ്റെ പാപത്തിന് നീ മരിക്കേണ്ടതിന് പകരമായിട്ട് മരിച്ചത് ഞാനാണെന്ന് വേറെ ആരും ക്ലെയിം ചെയ്തിട്ടില്ല. ക്രിസ്തുവിൻ്റെ കാലം വരെ ക്ലെയിം ചെയ്തിട്ടില്ല, ക്രിസ്തുവിന് ശേഷവും ക്ലെയിം ചെയ്തിട്ടില്ല. അപ്പോൾ നിൻ്റെ പാപത്തിന് നീ നിത്യമായി മരിക്കേണ്ട സാധ്യതയ്ക്ക് അതിന് തടഞ്ഞു നിർത്തിക്കൊണ്ട് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുമ്പോൾ ഒത്തിരി പേര് അമേരിക്ക കണ്ടുപിടിക്കാൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ സമുദ്രത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വലിയ മലയിൽ അവിടെ നോ മോർ ബിയോണ്ട് എന്ന് എഴുതി വെക്കും. കപ്പലുകാരെല്ലാം തിരിച്ചു പോകും. കാര്യം ഒരു മലയിൽ അപ്പുറത്തേക്ക് നമ്മൾ കടലിലൂടെ പോയി കഴിഞ്ഞാൽ അപകടങ്ങളാണ്. കടൽ പിശാചുക്കൾ കൊന്നുകളെയും പിടിച്ച്. അതുകൊണ്ടാണ് നോ മോർ ബിയോണ്ട്, ഇനി പോകരുതെന്ന് എഴുതും. അപ്പോൾ കൊളംബസ് ആണ് ആ മലയും നോ മോർ ബിയോണ്ട്, ഇനി മുന്നോട്ട് പോകരുതെന്ന് എഴുതിയിട്ടും പുള്ളിയുടെ പാക്കപ്പൽ പുള്ളി ഓടിച്ചു പോയി അമേരിക്ക കണ്ടുപിടിച്ച്. ഇന്ത്യയാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ അമേരിക്ക കണ്ടുപിടിച്ച് തിരിച്ചു വന്നിട്ട് ആ നോ വെട്ടിക്കളഞ്ഞ്. എന്താ കളഞ്ഞത്? എന്നിട്ട് അപ്പോൾ എന്താ? ബിയോണ്ട്, മോർ ബിയോണ്ട്, ഇനിയും പോകാമെന്ന്. ഇതാണ് ക്രിസ്തു ചെയ്തത്. ക്രിസ്തുവിൻ്റെ കാലം വരെ മനുഷ്യൻ മരണത്തോട് തീരുകയാണ്. ക്രിസ്തുവിൻ്റെ കാലം മരണത്തിൽ ജയിച്ച് ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ നോ മോർ ബിയോണ്ടിനെ നോ പോയി, മോർ ബിയോണ്ടായി. ജീവൻ്റെ ഈ ഭൂമിയുടെ ജീവിതത്തിന് ശേഷവും ജീവിതമുണ്ടായി. അതാണ് അവൻ ജീവനെ പുനരുദ്ധരിച്ചു എന്ന് പറയണത്. ആ ജീവനെ പുനരുദ്ധരിച്ചു. അപ്പം നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുക നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? നിത്യജീവനാണ്. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമായ ആദ്യ രുചികളാണ് നമ്മൾ അനുഭവിക്കുന്ന ആദ്യ രുചികളില്ലേ. ഞാൻ ഈ ഉടമ്പടിയിലെ നിങ്ങളുടെ എല്ലാ ഭൗതിക സാക്ഷ്യങ്ങളെയും വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഫസ്റ്റ് ടേസ്റ്റ് എന്ന് പറയും. ഫസ്റ്റ് ലവ് എന്നൊക്കെ പറഞ്ഞ പോലെ ഫസ്റ്റ് ടേസ്റ്റ്. എന്താണ് ഫസ്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ? ആദ്യ രുചികൾ നിത്യതയുടെ മുന്നാസ്വാദനം വെച്ചുള്ള ആദ്യ രുചികളാണ് അനുഭവിക്കുന്നത്. അപ്പം ചിലർക്ക് നല്ല ആഴമായ ദൈവ സ്നേഹം കിട്ടും. അവർ പിന്നെയും മുന്നോട്ട് പോകും. ക്രിസ്തുവിൻ്റെ
കൂടുതൽ അറിയുന്നതിന് വേണ്ടി മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ ആണ് പിന്നീട് നിത്യജീവനിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിട്ടുള്ളത്. ഞാൻ തിരുവുദ്ധാനത്തോട് ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളായതുകൊണ്ടാണ് ഈശോ ഇതിലൂടെ ഇങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ. അപ്പം എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഉടമ്പടിയിൽ വെക്കുമ്പോൾ നിങ്ങൾ ഈ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി വേണം. നിങ്ങൾക്കറിയാവില്ലേ എപ്പോഴും ചെയ്യേണ്ടത്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചാൽ മതി എന്നും പറഞ്ഞാണ് ചില ആൾക്കാർ പരീക്ഷ എഴുതണത്. പക്ഷെ ചിലർ പരീക്ഷ എഴുതുന്നത് അങ്ങനെയല്ല. അവർക്കെന്താണ്, അവർക്ക് ആദ്യത്തെ 10 റാങ്കിൽ എവിടെയെങ്കിലും കയറി പറ്റണമെന്ന് എഴുതത്തുള്ളൂ. അതാണ് വ്യത്യാസം. ആ വ്യത്യാസമുണ്ട്. ചിലർ പറയണത് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്നാണ്. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമുക്ക് പൊടികോരി തിന്നാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഭൂമിയിലുള്ള കാര്യം നടന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഉടമ്പടി വെക്കാം നിങ്ങൾക്ക്. പക്ഷെ അതേസമയം തന്നെ ആദ്യത്തെ 10 റാങ്കിൽ ഒരാളായിട്ട് കയറി പറ്റണമെന്ന് പറഞ്ഞ് ഉടമ്പടി വെക്കാം. അത് സാന്നിധ്യത്തിൻ്റെതാണ്. ഡിസ്റ്റിങ്ഷൻ കഴിഞ്ഞ് മുകളിലോട്ട് വരണതെല്ലാം എൻ്റെ റാങ്ക് സാന്നിധ്യത്തിൻ്റെതാണ്. നിങ്ങളെന്തിനാണ് ഉടമ്പടി എടുക്കേണ്ടത്? കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെന്ന് ഉടമ്പടി എടുക്കണം. പറഞ്ഞ മനസ്സിലായ? അല്ലാതെ വസ്തു വിൽക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കണം, ഈസിയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതിന് ഓവർ പ്രാധാന്യം കൊടുക്കരുത്. അതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ നടക്കും ഉടമ്പടിക്കാലത്ത്. നിങ്ങൾ പറയണത് എന്താണ്? നിങ്ങൾക്ക് സാന്നിധ്യം വേണമെന്ന് പറയണം. കാര്യം വാഗ്ദാനത്തിലുള്ളതാണ്, നമുക്ക് സ്കീമിലുള്ളതല്ലേ. ഇപ്പം ഞങ്ങൾക്ക് വീട് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നാൽ പഞ്ചായത്തുകാർ പറയും നിങ്ങൾ ആപ്ലിക്കേഷൻ വെക്കൂ. പക്ഷേ 300 ആപ്ലിക്കേഷൻ ഇവിടെ കിടപ്പുണ്ട്. ലൈഫ് മിഷൻ്റെ 300 ആപ്ലിക്കേഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്നാലും നിങ്ങൾ വെക്കൂ. ഞങ്ങൾ വീടൊക്കെ വന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ യോഗ്യരാണെങ്കിൽ അടുത്ത ഗഡുവിന് പരിഗണിക്കാം. എന്നാൽ അവർ പരിഗണിക്കാമെന്ന് പറയാൻ കാര്യം സ്കീമുള്ളത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ പറയാം ലൈഫ് മിഷൻ്റെ വീട് പോയി, ഞങ്ങൾക്ക് വീടുണ്ട്, ഞങ്ങളുടെ വീടൊന്ന് പുതുക്കി പണിതാൽ മതി, ഓടിൻ്റെ വീടാണ് ഇട്ടിരിക്കുന്നത്, അതൊന്ന് വാർത്താൽ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഓടിട്ട വീട് ഓട് മാറ്റിയിട്ട് വാർക്കുന്ന സ്കീമില്ലെന്ന് പറയും. അപ്പോൾ പറയാം, അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറയും ചേച്ചി എപ്പോഴും കയറി ഇറങ്ങണ്ട, അത് മൊത്തം പൊളിച്ച് മാറ്റി എന്നിട്ട് നിങ്ങൾ രണ്ടാമത് ഈ ആപ്ലിക്കേഷൻ വെക്കാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീട് കിട്ടുമല്ല, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. അത് സ്കീമിൻ്റെ പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾക്ക് ഉടമ്പടിയിലുള്ളത് വാഗ്ദാനങ്ങളെല്ലാം സ്കീമുകളാണ്. പ്രസൻസ് എന്ന് പറഞ്ഞ സ്കീമാണ്, ഓൾറെഡി ഉള്ളതാണ്. ഉള്ള കാര്യം നമുക്ക് ചോദിക്കാം, ഇല്ലാത്ത കാര്യം ചോദിക്കാതിരുന്നാൽ മതി. ഉള്ള കാര്യം ചോദിക്കാം, അത് സ്കീമിലുള്ളതാണ്. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് നിങ്ങളിൽ അപ്പോൾ സ്കീമിലുള്ളതാണത്. അപ്പോൾ നമുക്കെന്ത് ചോദിക്കാം? കർത്താവ് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ട്, പല കാര്യങ്ങളൊക്കെ ഉണ്ട്, മാള കെട്ടിക്കണം, തന്നെയല്ല മറ്റേ ആ ഇംഗ്ലണ്ടിൽ പോയ കൊച്ചിൻ്റെ ജോലി രണ്ടാമത് വിസ പുതുക്കി കിട്ടണില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് നിന്നെ കാണണം, അതാണ് വിഷയം. അപ്പോസ്തലന്മാരൊക്കെ ആദ്യം വന്നപ്പോൾ ചോദിച്ച ചോദ്യം അതാണ് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടത്. ഈശോയോട് ചോദിച്ചേ, റബ്ബി വേർ ആർ യു ലിവിങ്? ഒയ്യോ ഭയങ്കര, അതായത് വേർ ആർ യു ലിവിങ്? Take the bed of God. Sudhikada hallelujah. Hallelujah, 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 hallelujah. Yeshua nandi hallelujah, hallelujah. Yeshua hallelujah, 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 hallelujah. Yeshua ആരാധന. യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10 മണിക്കൂറായിരുന്നു. അപ്പൊ ഇതിനകത്ത് വരുന്നൊരു വിഷയം, കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം എന്താ? നിങ്ങൾ എന്താണ് അന്വേഷിക്കണം എന്നാണ് ചോദിക്കണത്. പക്ഷെ അവർ ഉത്തരം പറയണത് ആരെ അന്വേഷിക്കുന്നു എന്നതിനാണ്. അവിടെ ഭയങ്കര ട്വിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. എന്താണ് അന്വേഷിക്കണം എന്നാണ് ചോദിക്കണത് കർത്താവ്. അപ്പോൾ പറയും, ഞാൻ എൻ്റെ പരീക്ഷ ജയിക്കാൻ വേണ്ടിയാണ് അന്വേഷിക്കുന്നത്. എന്നുവെച്ചാൽ നിൻ്റെ കയ്യിൽ നിന്നുള്ള ആനുകൂല്യങ്ങളാണ് അന്വേഷിക്കുന്നത്.
അപ്പം കർത്താവും ചോദിക്കണത് നിങ്ങൾ വല്ല എൻ്റെ പുറകെ വരുന്നുണ്ടല്ലോ, നിങ്ങൾ ആനുകൂല്യങ്ങളാണോ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ആനുകൂല്യങ്ങളല്ല. വി വണ്ട് ടു നോ ദാറ്റ് വെയർ യു ആർ ലിവിങ്. നീ എവിടെ താമസിക്കുന്നു എന്നറിയണം, വചനത്തിൻ്റെ കൂടെ എവിടെയാണെന്ന് അറിയണം. അയ്യോ, എന്നാ ചോദ്യമാണ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ, എന്നാ ഉത്തരവാണ്. നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ കർത്താവ് ചോദിക്കണം നിങ്ങൾ എന്താണ് അന്വേഷിക്കണതെന്നാണ്. പരീക്ഷയ്ക്ക് വിജയമാണോ, വസ്തു വിൽക്കാനാണോ, വിഷയങ്ങളാണോ അന്വേഷിക്കണത് എന്ന് പറയുമ്പോൾ ആണെന്നല്ല അവർ പറയണത്. അവർ പറയുന്നത് എന്താണ്? വിഷയങ്ങളല്ല ഞങ്ങളുടെ പ്രശ്നം, വ്യക്തിയാണ്. നീ ആണ് ഞങ്ങളുടെ പ്രശ്നം. നീ എവിടെ താമസിക്കുന്നു? അതിൻ്റെ അർത്ഥം എന്താണ്? നിൻ്റെ കൂടെ താമസിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതാണ് വിഷയം. ഉടമ്പടിയുടെ ഒരു ഉദ്ദേശം അത് തന്നെയാണ്. എവിടെ താമസിക്കുന്നു വെച്ചാൽ കർത്താവിൻ്റെ കൂടെ താമസിക്കാവുന്നൊരു കാലമാണ് ഈ ഉടമ്പടി കാലം എന്ന് പറയണത്. ഇത് അവസാനം വരെ ഈ ചോദ്യ ഉത്തരങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പട്ടാളക്കാർ വരുമ്പോൾ കർത്താവ് ചോദിക്കും, അവിടെ ചോദിക്കണത് നിങ്ങൾ എന്ത് അന്വേഷിക്കണം എന്നല്ല ചോദിക്കണത്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു എന്നാണ് ചോദിക്കേണ്ടത്. കാര്യം എന്താണ്? അവർ ചോദിക്കേണ്ട ആൾ വ്യക്തിയാണ്, വ്യക്തിയുടെ ആനുകൂല്യങ്ങളല്ല. അവർ ചോദിക്കേണ്ട ആളാരാണ്? വ്യക്തിയാണ്. അപ്പോൾ എന്തന്വേഷിക്കുന്നു ആ ചോദിക്കുന്ന ബൈബിള് അവസാനിക്കുന്നത് ആരെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ ടേക്ക് ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 18:4 തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുമ്പോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ അവർ പറയും ജീസസ് ഓഫ് നാസറത്ത്, ദാറ്റ്സ് മീ. നിങ്ങൾ അന്വേഷിക്കുന്ന ആള് ഇനി വേറെ ആരും നിങ്ങൾ അന്വേഷിച്ച് പോകേണ്ട, ആള് ഞാൻ തന്നെയാണെന്ന് പറയും. ദാറ്റ്സ് മീ എന്ന് പറയുമ്പോൾ ആ വചനത്തിൻ്റെ പവറിൽ യേശുവിനെ പിടിച്ചു കെട്ടാമെന്ന് ഒരു മലന്നടിച്ച് വീണാണ് നമുക്ക് കാണുന്നത്. അതാണ് പവർ ഓഫ് ഗോഡ് എന്ന് പറയണത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, അഥവാ ദൈവം എന്നിലൂടെ ഇപ്പോൾ ഈ നിമിഷം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ സുവിശേഷത്തിൻ്റെ യാത്രയിൽ ആദ്യം മനുഷ്യൻ ആരംഭിക്കുന്നത് എന്ത് അന്വേഷിക്കുന്നു എന്നും പറഞ്ഞാൽ കർത്താവ് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു. പിന്നീട് ഈശോ അത് അവസാനിപ്പിക്കുന്നത്, നിങ്ങൾ കൈതല്ല അന്വേഷിക്കേണ്ടത്, നിങ്ങൾ വിഷയമല്ല അന്വേഷിക്കേണ്ടത്, എന്നെ തന്നെയാണ് പിതാവ് അയച്ച എന്നെ തന്നെയാണ് അന്വേഷിക്കേണ്ടത്. അതാണ് ആരെ അന്വേഷിക്കുന്നു. ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്വാഭാവികം നമുക്കൊരു പ്രലോഭനം ഉണ്ടാകാം എന്തന്വേഷിക്കാൻ, ജോലി അന്വേഷിക്കാൻ, വീട് അന്വേഷിക്കാൻ, പ്രമോഷൻ അന്വേഷിക്കാൻ, പെൻഷൻ അന്വേഷിക്കാൻ, PR അന്വേഷിക്കാൻ നമുക്ക് ത്വര ഉണ്ടാകാം. ഈ ത്വരയെ അതിലംഘിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഉടമ്പടിയിലൂടെ ക്രിസ്തുവിനെ അന്വേഷിക്കാൻ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉടമ്പടിയുടെ ലക്ഷ്യം നീ തന്നെയാണെന്ന് വലിയ വെളിപ്പെടുത്തൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ ഈശോ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്നുള്ളതാണ്. ഉടമ്പടിയുടെ ഈശോ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ആരെ അന്വേഷിക്കുന്നതാണ്. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യ, ദൈവവേദലെ നീ മനസ്സിലാക്കണം, കൈൻഡായിട്ടുള്ളൊരു കാലം കഴിയുമ്പോൾ പിന്നീട് നീ അതിലൂടെ കർത്താവിനെ അന്വേഷിക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ ഈശോ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഏറ്റവും ഉടമ്പടി ഏറ്റവും അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് ഉടമ്പടിയുടെ അടിസ്ഥാനം. ഈ വാഗ്ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഗ്രേഡഡ് ആയിട്ടുള്ള വാഗ്ദാനം എന്താണ്? ആദ്യത്തെ 10 റാങ്കിലുള്ള ഇതിൻ്റെ വാഗ്ദാനം എന്താണ്? ടോപ്പ് റാങ്കിലുള്ള വാഗ്ദാനം എന്താണ്? അത് പ്രസൻസാണ്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം. അതാണ്. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ അടിസ്ഥാനപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി. എൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് എന്താണ്? നിങ്ങൾ എന്നെ, അതാണ് 14:23 വായിച്ചത് അല്ലേ? ഇതാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സാന്നിധ്യത്തിൻ്റെ സാധ്യത സ്നേഹത്തോടെ അവൻ പറയണ പോലെ ചെയ്താൽ സാന്നിധ്യം ഉറപ്പാണ്. ഒന്ന് പറഞ്ഞ്, ദൈവസ്നേഹത്തോടെ അവൻ പറയണ പോലെ ചെയ്താൽ സാന്നിധ്യം ഉറപ്പാകുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭൗതിക ആനുകൂല്യങ്ങളെക്കാൾ അങ്ങയുടെ ആത്യന്തിക വാഗ്ദാനമായ ആഗ്രഹിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കൈവീശിക്കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏറ്റവും ടോപ്പായിട്ട് ഉടമ്പടി നിബന്ധന പാലിച്ച ഒരു മനുഷ്യനുണ്ട് ബൈബിളിലെ, പുതിയ നിയമത്തിൽ ഏറ്റവും ടോപ്പായിട്ട്. ഞാൻ അയാളെപ്പോലെ ഉടമ്പടി പാലിച്ച ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും ടോപ്പായിട്ട് ഉടമ്പടി പാലിച്ച അയാളോടാണ് ദൈവം സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണമുണ്ട്. ദൈവം സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം. ആരാണെന്ന് പറയാമോ? ഏറ്റവും ടോപ്പായിട്ട് ഉടമ്പടി പാലിച്ച ഒരാളുണ്ട് ബൈബിളിൽ. അയാൾക്കാണ് ദൈവം സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണത്. ആരാണെന്ന് പറയാമോ? പുതിയ നിയമത്തിൽ നിന്ന് പറഞ്ഞാൽ മതി. അറിയൊന്നുമില്ല. സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം. കർത്താവ് സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം. എനിക്ക് തോന്നിയിരിക്കണത് ഈ ദിവസങ്ങളിൽ പീഡാനുഭവ ധ്യാനങ്ങളുമായിട്ടൊക്കെ സഞ്ചരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് ഇതിൻ്റെ സ്വകാര്യ ധ്യാനത്തിൽ വന്നൊരാളാണ് ഈ മൂത്ത പുത്രൻ. ദൈവം എപ്പോഴും, ഞാൻ ഈ അച്ഛനായ കാലം മുതലേ ഇളയ പുത്രനോട്, കർത്താവ് ഇങ്ങനെ ഇളയ പുത്രനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിലും അവൻ ഭയങ്കര ഒരു ബേസിക് കോഴ്സുകാരനെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. യഥാർത്ഥ ആള് മൂത്ത പുത്രനാണ്. ദൈവത്തിന് പണ്ട് മൂലമുള്ള ഒരു എന്താണ് ഒരു പ്രവർത്തന രീതിയുണ്ട്. ഏറ്റവും നല്ല സംഭവത്തിനെ മൂടിക്കളയും. അത് ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ ഒരു രീതിയാണ്. നിങ്ങൾ രത്നമാണ് പറയുമ്പോൾ അത് കുഴിച്ചിട്ടിരിക്കണമെന്ന് പറയും. രത്നത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എന്ത് പറയും? അത് കുഴിച്ചിട്ടിരിക്കുകയാണ്, കുഴിമാന്തി എടുക്കാൻ പറയും. മാന്തി എടുത്താൽ മാത്രം പോരാ, കരസ്ഥമാക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. പോയി നിനക്കുള്ളതെല്ലാം വിൽക്കാൻ പറയും. അപ്പോൾ ഈ മുന്തിയ സംഭവത്തിനെ ഇങ്ങനെ ആകൃതമാക്കിയിട്ട് കുപ്പയിലും കുഴിയിലും ഒക്കെ വെച്ച് കളയും. അതിൽപോലെ കർത്താവ് കുപ്പയിൽ വെച്ച ഒരാളാണ് മൂത്ത പുത്രൻ. നമുക്ക് കുഴിമാന്തി എടുക്കേണ്ടി വരും അയാളെ. ഇന്ന് വരെ അയാളെ പ്രസംഗിച്ചിട്ടുള്ളവരെല്ലാവരും ഈ അലവലാദീനാണ് അങ്ങോട്ട് കയറ്റി വെക്കണം. അവൻ്റെ മാനസാന്തരം വേണ്ട ആനക്കാര്യമായിട്ട് കുട്ടിഘോഷിച്ചിട്ട് എന്നാ പറ്റി എന്നു വെച്ച് കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും, ചില അയ്യോഭാവികൾക്കെങ്കിലും വീണ്ടും പാപം ചെയ്യാനുള്ള ലൈസൻസും കിട്ടി. എന്താ വെച്ചാൽ കരഞ്ഞ കൂവി കരുണ തോന്നണമെന്നൊക്കെ പറഞ്ഞ് തൊണ്ട പൊട്ടി അലറിക്കാവിയെ കൂവിയ കർത്താവ് ഉടനെ കരുണ കാണിക്കുമല്ലോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും വന്നിട്ടുണ്ട്. അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെ വാത്സല്യത്തോടു കൂടി എന്ത്
വഴിപഴച്ച ജീവിതം ജീവിച്ചാൽ അവസാനം ഇങ്ങനെ കണ്ണീരിട്ടൊന്ന് മോങ്ങിയാൽ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ ധാരണ ചിലർക്കെങ്കിലും, എല്ലാവർക്കും അല്ല, ചില അയ്യോപാപികൾക്ക് എങ്ങനെ വന്നിട്ട് ഇതെല്ലാം പാപം ചെയ്യാനുള്ള ലൈസൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കൃപയിൽ ഈ ജനം വളർന്നിട്ടുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിന് വെല്ലുവിളിയാണ്. പക്ഷേ മൂത്തപുത്രനെ കണ്ടു നോക്കിയേ, മൂത്തപുത്രൻ ഈ ഉടമ്പടി പാലിച്ച ഒരാളാണ്. അവനത് പറയണ്ടേ. അവൻ ക്ഷോഭിക്കുന്ന ഒരു ക്ഷോഭമാണ് ഈശോ കറക്റ്റ് ചെയ്യണത്. നീ ക്ഷോഭിക്കേണ്ട കാര്യമില്ല. എനിക്കുള്ളത് ഈശോ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എനിക്കുള്ളത് എൻ്റെ ഇഷ്ടം പോലെ വിതരണം ചെയ്യാൻ പാടില്ല. അത് എപ്പോഴും നമ്മൾ ഈശോ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു പ്രമേയമാണ്. ടേക്ക് എനിക്കുള്ളത്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 20:15. മത്തായി 20:15. എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ, ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനു അസൂയപ്പെടുന്നു? അതാണ് മൂത്തപുത്രന്റെ പ്രശ്നം. ആകപ്പാടെ മൂത്തപുത്രനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ കർത്താവ് കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അത് കർത്താവ് മൂത്തപുത്രന് മാത്രമല്ല, അതൊരു ദൈവവചനത്തിൻ്റെ മൗലിക നിലപാടാണ്. 11-ാം മണിക്കൂറിൽ വന്ന ആൾക്കാർക്കും എന്താണ്, 1-ാം മണിക്കൂറിൽ വന്ന ആൾക്കാരുടെ അത്രയും തന്നെ കൊടുത്തു. എനിക്കുള്ളത് എനിക്കിഷ്ടമുള്ള പോലെ വിതരണം ചെയ്യാൻ പാടില്ല, ഞാൻ നല്ലവനായത് കൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? അതാണ് പ്രശ്നം. അപ്പം ഈ ഇളയ മകൻ വരുമ്പോൾ മൂത്ത മകന് പറയണ കാര്യങ്ങൾ അത് തന്നെയാണ്. എന്താ കാര്യം എന്താണ്? അവനെന്താ മൂത്തപുത്രൻ എന്തൊക്കെയാണ് പറഞ്ഞത്? വായിച്ചേ. ലൂക്ക 15:29. ലൂക്ക 15:29. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, മൂത്ത മകൻ, നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. അതാണ് ഉടമ്പടി. ഉടമ്പടി കണ്ടില്ലേ? എങ്കിലും ഉടമ്പടി ഒരിക്കലും പാലിക്കാത്ത, ഒരിക്കലും തെറ്റിക്കാത്ത ആളാണ് ഈ മൂത്ത മകൻ. കണ്ടില്ലേ? അയാളെ പറയണ്ട. ആ വചനമാണ് ഉടമ്പടിയുടെ വചനം. എന്താ പറഞ്ഞു? ഒന്ന് വായിച്ചേ. ഒരിക്കലും. അപ്പത്തിന് എത്ര നമ്പറാണ്? 15:29. ലൂക്ക 15:21. എന്താണ്? ഒരിക്കലും നിന്റെ കൽപ്പന, നിന്റെ ഉടമ്പടി ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. അപ്പൊ എന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, ഇവൻ 11-ാം മണിക്കൂറിൽ വന്ന ആളാണ്. തമ്മിലാണ് ഇന്റർ കണക്ട് ചെയ്യണത്. ഞാൻ കണക്ട് ചെയ്യണതല്ല, ഇവിടെ ആളിരിപ്പുണ്ട്. കർത്താവ് പരിശുദ്ധാത്മാരുടെ വചനം ഇന്റർ കണക്ട് ചെയ്യണതാണ് ഈ കാണുന്നത്. അല്ല, ഞാൻ പഠിച്ചതല്ല ഈ സംഭവം. ഇതെന്താ? 11-ാം മണിക്കൂറിലാണ് ഇവൻ വന്നിരിക്കുന്നത്. ആരാണ്? ഈ ധൂർത്തപുത്രൻ. അവന് 1-ാം മണിക്കൂറിൽ വന്ന ആൾക്കാരുടെ അവന് വള കൊടുത്തു, അവന് എന്ത് കൊടുത്തു? പാദരക്ഷ കൊടുത്തു. പിന്നെ എന്ത് കൊടുത്തു? അവന് നല്ല വസ്ത്രങ്ങൾ കൊടുത്തു. 1-ാം മണിക്കൂറിൽ വന്ന ആളിനെ കൊടുത്തത് തന്നെ അവനെയും കൊടുത്തു. അപ്പോഴാണ് അവൻ പിറുപിറുത്തത്. ഈ പിറുപിറുപ്പ് ഇങ്ങനെ തുടരുകയാണ് ബൈബിളിൽ. അവൻ വീട്ടുടമസ്ഥനെതിരായി പിറുപിറുത്തു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 20-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനം. മത്തായി 20:9-11. 11-ാം മണിക്കൂറിൽ വന്നവർക്ക്, പറഞ്ഞ 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദനാറ ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ദനാറ തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. എന്താണ്? ആദ്യം വന്ന ആൾക്കാരുടെ കൂടെ അവസാനം വന്ന ഞങ്ങളെ അങ്ങ് താരതമ്യപ്പെടുത്തിയല്ലോ, അല്ലേ? ആ വാക്കുകൂടി വായിച്ചേ. മത്തായി 20:12. അവസാനം വന്ന ഇവർ ഇത് ധൂർത്തപുത്രന്റെ അനിയനില്ലേ? ധൂർത്തപുത്രൻ അല്ല, അവസാനമല്ലേ വന്നത്? അവസാനം വന്ന ഇവന് ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ. എന്നിട്ടും പകലിന്റെ അധ്വാനം ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അപ്പൊ മൂത്തപുത്രന്റെ കംപ്ലൈന്റ് അതാണ്.
അത് ഇത്തിരി അസൂയയിൽ നിന്ന് വന്ന നീതിബോധത്തിൽ നിന്നൊക്കെ വന്നൊരു കംപ്ലൈൻറ്റാണ്. അത് ലോകരാജ്യത്തിൻ്റെ നീതി എന്നാണ് മനസ്സിലായത്. ലോകരാജ്യത്തിൻ്റെ നീതി എന്ന് വന്നിട്ടുള്ള ചില അപഭ്രംശങ്ങളാണ് ഈ വരുന്നത്. മുത്തപുത്രൻ്റെ ലോകരാജ്യത്തിൻ്റെ നീതിയിലാണ് വിഷയം അവർ കണക്കാക്കുന്നത്. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ നീതി വ്യത്യാസമുണ്ട്. അതാണ് എനിക്കിഷ്ടമുള്ളത്, എനിക്കുള്ളത് എനിക്കിഷ്ടമുള്ളവർക്ക് നൽകാൻ പാടില്ലേ? ഞാൻ നല്ലവനായത് കൊണ്ട് നീ എന്തിനെ അസൂയപ്പെടുന്നു? അപ്പം അസൂയ വന്നിരിക്കണത് എങ്ങനെയാണ്? ലോകരാജ്യത്തിൻ്റെ നീതിയുടെ ഫ്രെയിം വർക്കിൽ നിന്നാണ് അസൂയ വരുന്നത്. നീ ദൈവരാജ്യത്തിലേക്ക് വരണമെന്നാണ് ഈ പറയണതിൻ്റെ അർത്ഥം. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും നീതിയും സമാധാനം. റോമ 14:17. റോമ 14:17. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ഉറപ്പുവരുത്തുന്ന നീതി ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്. ദൈവരാജ്യത്തിൻ്റെ നീതി ദോയ് എന്നുള്ള ലോകരാജ്യ നീതിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണയിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ധൂർത്തപുത്രന് കിട്ടിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് കിട്ടിയിരിക്കുന്നത്. അവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? ആ ഒരു താലന്താണ് ലഭിച്ചത്. അവന് ആ ഒരു താലന്ത് അവനെ കൊടുത്തു, അത്രയേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ്. അപ്പം ദൈവത്തിൻ്റെ കരുണയിൽ നിനക്ക് ഇടമുണ്ടെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നതിൻ്റെ കാരണം. നിൻ്റെ അവസ്ഥ എത്ര മോശമായാലും, നിൻ്റെ പാപകരമായ ജീവിത രീതികളായാലും നീ അനുദപിച്ചാൽ നിനക്ക് ദൈവരാജ്യത്തിലേക്ക് വരാൻ കഴിയും. പക്ഷേ ദൈവരാജ്യത്തിലേക്ക് വരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ പല സ്ഥലങ്ങളുണ്ട്. അതാണ് പ്രശ്നം. അതാണ് ഇവിടെ വിഷയം. ദൈവരാജ്യത്തിൽ നിന്ന് നീ ഒട്ടും അകലെയല്ല. ആ ഉപഗ്രഹം പോലെ വേണേൽ പോകാൻ പറ്റും. അത് ദൈവരാജ്യത്തിൻ്റെ അകത്ത് ചെറുതും വലുതുമുണ്ട്. അത് ഈ രണ്ട് വചനവും കർത്താവ് തന്നെ പറഞ്ഞ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചെന്നും പറഞ്ഞുകൊണ്ട് ആയത്തില്ല കാര്യങ്ങൾ. ദൈവരാജ്യത്തിന് അകലെയല്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മർക്കോസ് 12:34. പത്രോസ് 12:34. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. അപ്പൊ ദൈവരാജ്യത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. അവനെന്താണ് ബുദ്ധിപൂർവ്വം പറഞ്ഞ മറുപടി എന്താ? അവന് ബുദ്ധിയുണ്ട്. അവൻ പറഞ്ഞ മറുപടി എന്താ? ബുദ്ധിപൂർവ്വം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടി പാലിക്കാം. ഞാൻ പറയണ പോലെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ നിർബന്ധമില്ല. ആ ബുദ്ധിപൂർവ്വം നമുക്ക് ഇൻ്റലക്ച്വലായിട്ട് റീസണബിളായിട്ട് വിഷയമൊക്കെ എടുക്കാൻ പറ്റും. റീസൺ അല്ല, ബുദ്ധി തലച്ചോറല്ല ഉപയോഗിക്കേണ്ടത്, ഹൃദയമാണ് ഉപയോഗിക്കേണ്ടത്. ഉടമ്പടിയിൽ ഉപയോഗിക്കേണ്ടത് തലച്ചോറല്ല. അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി എന്നല്ല പറയണത്. മറിച്ച് എന്താണ്? അതിനകത്ത് ഹൃദയമാണ് ഉപയോഗിക്കേണ്ടത്. ദൈവത്തെ സ്നേഹത്തിലാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. ഒന്നൊരു വായിച്ചോളൂ. ശ്രുതികട ഹല്ലേലൂയ. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി. അവൻ എന്ത് ബുദ്ധിപൂർവ്വമാണ് മറുപടി പറഞ്ഞത്? അവന്റെ മറുപടി എന്താന്ന് വായിച്ചേ? മർക്കോസ് 12:32 മുതലുള്ള തിരുവചനങ്ങൾ. മർക്കോസ് 12:32. നിയമജ്ഞൻ പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. അപ്പൊ ഈ സംഭവം അക്കാഡമിക് ആയിട്ട് പഠിച്ച് ബുദ്ധിപൂർവ്വം മറുപടി പറയാൻ പറ്റും, സർട്ടിഫിക്കറ്റും കിട്ടും. ദൈവരാജ്യ പ്രവേശിക്കാൻ നിർബന്ധമില്ല. അതാണ് സംഭവം. ഈ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കതെല്ലാം പഠിച്ച് ഇതെല്ലാം മനസ്സിലാക്കിയൊക്കെ വെക്കാൻ പറ്റും. പക്ഷേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് നിർബന്ധമില്ല. അകലെ അടുത്തൊക്കെ വരാൻ പറ്റും. അത്ര കലല്ലേ ഉള്ളു. ഇത് ബുദ്ധിപൂർവമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമല്ല. ബൈബിൾ എന്നുള്ള സൂചനയാണ് വരണത്. ബുദ്ധിപൂർവമായിട്ട് അക്കാഡമിക്കലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല ഇത്. അക്കാഡമിക്കായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് കയ്യും കെട്ടി ഇരുന്നാൽ
ദൈവരാജ്യത്തിന് അകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷേ എന്താണ് പിന്നെ എങ്ങനെ അകത്ത് കയറണത്? ഈ കൽപ്പന എത്രയും ചെറുതായാലും ശരി, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 5:19 ഈ പ്രമാണങ്ങളിൽ ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. പണ്ടത് അകലെ എന്നാ പറഞ്ഞത്. കൽപ്പനകളെ കുറിച്ച് ബുദ്ധിപരമായി മനസ്സിലാക്കുന്നവൻ ദൈവരാജ്യത്തിന് പുറത്താണ്. പക്ഷെ അത് പ്രവർത്തിക്കുന്നവൻ എന്ത് പറ്റും? അവിടെയും വലിപ്പച്ചെറുപ്പമുണ്ട്. അടുത്ത വചനം വായിച്ചേ. എന്നാൽ അത് അനുസരിക്കുകയും കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ഇപ്പൊ രണ്ട് കാര്യമുണ്ട്. എന്താണ്? പത്രം കൊടുത്താൽ മാത്രം പോരാ, അത് വായിച്ചു നോക്കിയിട്ട് അതാണ് വിഷയം പറയണത്. 5:20 എന്താ പറയണത്? അത് അനുസരിക്കുകയും, അവൻ പറയണ പോലെ ചെയ്യുക മാത്രമല്ല, അത് അനുസരിക്കുകയും മറ്റുള്ളവരെ അനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യണം. അപ്പം അത് നിങ്ങൾ ഇവിടുന്നെല്ലാം കേട്ട് ഞാനെല്ലാം ഉടമ്പടി പാലിച്ചുകൊണ്ടിരുന്ന കൈ കെട്ടിയിരുന്ന വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവരാജ്യത്ത് ഗ്രഡേഷൻസ് ഉണ്ട്. വലിയവനുണ്ട്. ആ വലിയവനാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും പാലിക്കാൻ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ വന്നതാ. ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വലിയ വലിയ സാക്ഷ്യങ്ങൾ പറയുന്നതിൻ്റെ കാരണം അതിന് 2 ഹെഡും ആൾക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന്, അവരത് പാലിക്കുന്നു. മറ്റുള്ളവരെ പിന്നെ എന്ത് ചെയ്യും? മറ്റുള്ളവരെ പാലിക്കാൻ വേണ്ടി മറ്റുള്ളവരെ അത് പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ വലിയവനാകാൻ അങ്ങയുടെ കൽപ്പനകൾ അവൻ പറയണത് പോലെ ചെയ്യുകയും അങ്ങനെ ചെയ്യുവാൻ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന സുവിശേഷ ശുശ്രൂഷകനാകാൻ എന്നെ അഭിഷേകം ചെയ്യണം. Hallelujah, hallelujah, hallelujah. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവമേ, ഇന്നേയുള്ളിൽ വസിക്കാവരണമേ. ആത്മാവാം ദൈവമേ വരണമേ. ഇന്നേയുള്ളിൽ വസിക്കാവരണമേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗ്ഗം തുറന്നിറങ്ങി വരണമേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗ്ഗം തുറന്നിറങ്ങി വരണമേ. ആത്മാവേ വരണമേ. ഇന്നേയുള്ളിൽ വസിക്കാവരണമേ. ഈ ലോകരാജ്യത്തിൽ നിന്നുണ്ടായിട്ടുള്ള താരതമ്യത്തിൻ്റെ ഒരു അസൂയ ഉണ്ടല്ല, അത് ഈ ധൂർത്തപുത്രനൊന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ ദൈവരാജ്യത്തിലെ വലിയവനാകും. ധൂർത്തപുത്രൻ മൂത്തമകൻ്റെ പ്രശ്നം അതാണ്. ഈ ലോകരാജ്യത്തിൻ്റെ ഒരു മുഴക്കോല് വെച്ചിട്ടുണ്ടാണ് ഈ ഇളയവൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ അവന് വേണ്ടി കൊടുത്ത കാളക്കുട്ടിയെ കൊന്നപ്പോൾ ഇവന് സങ്കടം വന്നത്. അത് ലോകരാജ്യം അവൻ പഠിച്ചു വെച്ച ലോകരാജ്യത്തിൻ്റെ രീതിയാണ്. പക്ഷെ അപ്പൻ പുറത്തേക്ക് വന്നിട്ട് അവനോട് സാഷ്ടാംഗം പറയുന്നുണ്ട്. അപ്പൻ പുറത്തേക്ക് വരുന്നുണ്ടേ. മൂത്തമകൻ മോശക്കാരനായിരുന്നെങ്കിൽ അപ്പൻ പുറത്തു വരത്തില്ല. അവൻ പുറത്തു വന്നിട്ട് അവനെ സാന്ത്വനപ്പെടുത്താൻ നോക്കിയെന്നാണ് പറയണത്. അച്ഛൻ്റെ കാര്യം എന്താണ്? അവൻ ഭയങ്കര വിലപ്പെട്ടവനാണ്. അവൻ കെറിച്ച് പോകാനാ വേദനിക്കാനാ അപ്പൻ ഇഷ്ടപ്പെടുന്നില്ല. മൂത്തമകന് കാര്യം അവൻ സ്വകരാജ്യത്തിലെ വലിയവനാകണമെങ്കിൽ ഇവനെപ്പോലല്ല. അവൻ ഈ തിരിച്ചു വന്നവൻ കാറിക്കൂവി കർണ തോന്നണമെന്നൊക്കെ പറഞ്ഞ് തൊണ്ട പൊട്ടിച്ച് വന്നിട്ടുള്ള ഈ കക്ഷിയില്ലേ, അയാൾ സ്വർഗരാജ്യത്തിൽ ചെറിയ ആളാണ്, മറ്റവൻ വലിയവനാണ്. എന്താ കാര്യം? അവൻ പറയുന്നുണ്ട്,
ഇത്ര കാലം നിന്റെ ഒരു കൽപ്പന പോലും ഞാൻ ലംഘിച്ചിട്ടില്ല. ഒരു കുഞ്ഞാടിനെ പോലും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ലൂക്ക 15:28 മുതലുള്ള തിരുവചനങ്ങൾ. ലൂക്ക 15:28. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അതേ വന്ന സംഭവം. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. അയ്യോ എന്ത് രസമാ! അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ പട്ടാങ്ങി പറയണേ. സ്വർഗരാജ്യത്തെ വലിയവനാണ് അവൻ. അവനോട് പട്ടാങ്ങി പറയും. കാര്യം എന്താണ്? അവൻ ക്ലീൻ ചിട്ടുള്ളവനാണ്. അവൻ പറയുന്നുണ്ട്. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എന്നെ വഴക്കേണ്ട കാര്യമില്ല, എൻ്റെ മനസ്സ് ചങ്ക് വേദനിക്കുകയാണ്, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറെ കാര്യം പറഞ്ഞു. നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന, അതാണ് ഉടമ്പടി എന്ന് ഞാൻ പറയുന്നത്, നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. നിങ്ങളും പറയും, ഞാൻ ഉടമ്പടി എല്ലാം ചെയ്തില്ലേ, എത്ര തിരികൾ ഞാൻ കത്തിച്ചു അല്ലേ, എന്നിട്ട് ഉടമ്പടിയൊന്നുമില്ല ജീവിക്കുന്ന ആൾക്കാരെ നീ അനുഗ്രഹിച്ചില്ലേ, ഞാനെന്നും ബിഷപ്പിൽ ജീവിക്കണില്ല എന്ന് പറയുമ്പോൾ അപ്പന് പറയാൻ വാക്കുണ്ട്. പിന്നെ അപ്പൻ അപ്പം വിളിക്കണമെന്ന് അപ്പം മറ്റവനെ വിളിക്കാഞ്ഞൊരു വാക്ക് ഇവനെ വിളിക്കും. എന്താണ് വായിച്ചേ? അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ദ പ്രസൻസ്. ഈസ് ഫീലിംഗ് ദ പ്രസൻസ്. അതായത് ഇവൻ്റെ അപ്പൻ തൻ്റെ പ്രസൻസ്, ഇത് ദൈവം വാഗ്ദാനത്തിൽ ഉള്ളതാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന്. മനസ്സിലായില്ലേ? വാഗ്ദാനത്തിലുള്ളതല്ലേ. ഇപ്പോൾ ജോഷുവ 1:9 പുറപ്പാട് 33:14 ഉണ്ട്. ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. അത് വാഗ്ദാനത്തിലുള്ളതാണ്, നിൻ്റെ കൂടെ ഞാനുണ്ടാകുമെന്ന്. പക്ഷെ വാഗ്ദാനമില്ലാത്ത, ഗ്യാരണ്ടി ഇല്ലാത്തൊരു കാര്യം എന്താണ്? നീ എൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ളതാണ് ആ പ്രശ്നം. അതങ്ങനെ ആർക്കും ഗ്യാരണ്ടി ചെയ്തിട്ടില്ല. ആദ്യം ജോമോളൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞ പോലെ മാതാവിനും ഗ്യാരണ്ടി ചെയ്ത്, അത് മാലാഖ് ഗ്യാരണ്ടി ചെയ്ത ഗ്യാരണ്ടിയാണ്. ഈശോൻ്റെ വായിൽ നിന്ന് നേരിട്ട് പറയണ എന്താണ്? എൻ്റെ മകനെ നീ എപ്പോഴും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നല്ല പറയണത്, എൻ്റെ മകനെ നീ ഉടമ്പടി പാലിച്ച് എൻ്റെ കൂടെ ഒരു പരാതിയുമില്ല ഇത്രയും നാൾ ജീവിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാവോ? എല്ലാം കൊടുക്കുന്ന എൻ്റെ കൂടെയാണ് നീ ഉണ്ടായിരുന്നതെന്ന്. അല്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായതിനൊക്കെ വലുതാണ്. ഇതാണ് പ്രസൻസ്. നമ്മൾ ഉടമ്പടി നമ്മളെ ദൈവത്തിന്റെ കൂടെയാക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവബദ്ധ ഇപ്പോൾ പരിശുദ്ധാത്മാവ് അച്ഛനിലൂടെ എന്താ പറയണത്? ദൈവബദ്ധ നീ ദൈവം ഇങ്ങോട്ട് തരാനുള്ള രീതിയിലാണ് കണക്ക് അവസാനിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് അവസാനിക്കുമ്പോൾ ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം. മനസ്സിലായില്ലേ? ഈ കണക്ക് ക്യാരി ഓവർ, നിത്യതയിലേക്കുള്ള പേജിലേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ദൈവം ഇങ്ങോട്ട് തരാനുള്ള രീതിയിലാണ് ഈ മൂത്തപുത്രൻ്റെ കണക്ക് അവസാനിക്കുന്നത്. എന്താണുള്ളത്? ഇത്രേ കാലം ഞാൻ നീ പറഞ്ഞതൊന്നും അനുസരിക്കാതിരുന്നിട്ടില്ല, എന്നിട്ട് എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കാൻ ഒരു കുഞ്ഞാടിനെ പോലും ചോദിച്ചപ്പോൾ നീ എനിക്ക് തന്നില്ല. അപ്പം അപ്പം പറഞ്ഞ വാക്കെന്താണ്? എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം. ആ വാക്ക വായിച്ചേ. അപ്പോൾ പിതാവ് പറഞ്ഞു, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. ഞാൻ നിന്നോട് കൂടെ ഉള്ള കാര്യമല്ല ഇപ്പൊ പറയണത്. നീ എപ്പോഴും ആ ഉടമ്പടി ജീവിക്കുന്ന വ്യക്തി എന്താണ്? നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. അതാണ് ഞാൻ ദൈവരാജ്യത്തിലെ വലിയവനാണ് അവനെന്ന് പറയണത്. മറ്റവൻ ചെറിയവനാണ്. അപ്പം അനുതാപപ്പെട്ട് കരുണ തോന്നണമെന്ന് വിളിച്ചു കൂവി അവസാനം 15 മണിക്കൂറിൽ എത്തുന്നേക്കാൾ നല്ലതാണ് മര്യാദയ്ക്ക് ദൈവത്തിൻ്റെ കൂടെ വചനം കേട്ടും പാലിച്ചും ജീവിച്ചും
ദൈവത്തിൽ നിന്ന് ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും വിശ്വസ്തയോടെ നിന്നും വരുമ്പോഴേ എന്താണ് സംഭവിക്കണത്? മത്തായി 5:19 എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. മനസ്സിലായില്ലേ? സ്വർഗരാജ്യത്തിൽ പോലും വലിയവനും ചെറിയവനുണ്ട്. അത് ഈ ചെറിയവനെന്ന് പറയുന്നതാണ് ഈ ധൂർത്തപുത്രൻ. വലിയവനെന്ന് പറയുന്നത് ആരാണ്? മൂത്ത മകനാണത്. അവന് ചിലപ്പോൾ അവൻ ഉടമ്പടി പാലിച്ചൊക്കെ ജീവിക്കും. ചിലപ്പോൾ അത്യാവശ്യ സമയത്ത് ദൈവം അവന് ഉപകരിക്കത്തില്ലെന്ന് വരും. പക്ഷെ അവനവിടെ നിൽക്കും. അങ്ങനെ നിൽക്കണം എന്നാണ് അപ്പം ആഗ്രഹിക്കണത്. പരാതികളില്ലാതെ നിൽക്കണം. പക്ഷെ അവൻ പ്രഷ്യസാണ്. ഈ അപ്പം കാണിക്കുന്ന പരവേശം ഒന്ന് ഇളയനെ ഇറങ്ങിപ്പോയപ്പോൾ കാണിച്ചില്ലല്ല. അവൻ എൻ്റെ ഓഹരി നിങ്ങളുടെ തരിക, എനിക്ക് എൻ്റെ വഴി നിങ്ങളുടെ വഴിയെന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ കിടക്കുന്ന ചട്ടി കളഞ്ഞു വെട്ടിമുറിച്ച് പകുതി കൊടുത്തല്ല. അവൻ വീട്ടിൽ പുറത്ത് പോയിട്ട് അപ്പം കയറി പുറത്തിറങ്ങുകയോ മനെ പോകല്ലേ മോനെ, നമ്മൾ തറവാടായിട്ട് ഒരുമിച്ച് ജീവിക്കണമല്ലേ, നമ്മുടെ കൂടെ തറവാടിന് മോശമില്ല, നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട് ഒരു പട്ടാഞ്ഞാൻ പറഞ്ഞില്ല, പോയി തൊലയേണ്ടത് പറയും. അതാണ് ആ നിലപടിന്ന്. എന്ന് ഇവൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവനെ പിടിച്ചു നിർത്തി. മൂത്താൻ പോയപ്പോൾ അപ്പം വിഷയം മാറി, അവനെ സാന്ത്വനപ്പെടുത്താൻ തുടങ്ങിയെന്നാണ്. എന്നാൽ ഈ സാന്ത്വനം നേരത്തെ ആകുമായിരുന്നില്ല. നമ്മുടെ കയ്യിരിപ്പനുസരിച്ചാണ് ദൈവം നമുക്ക് സാന്ത്വനം വേണം സാന്ത്വനം വേണ്ടതെന്ന് തീരുമാനിക്കണത്. നിസ്സാര കാര്യമല്ല ഈ പറഞ്ഞു വരണത്. സീരിയസ് ആണ് വിഷയം സീരിയസ് ആണ്. നിങ്ങൾക്ക് പാപം ചെയ്യാൻ 1 by 1 ആയിട്ട് ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിച്ചത് നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. എന്താ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ രാജ്യമാണ്. എനിക്കുള്ളതെല്ലാം ലോകത്തുള്ളതെല്ലാം നിനക്ക് കിട്ടി, പക്ഷേ എനിക്കുള്ളതെല്ലാം അത് ഇവന് ചെരുപ്പ മോതിരമൊക്കെ കിട്ടുന്നതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. അവസാന പ്രമാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം വന്നവന് ചെരുപ്പ്, മോതിരം, ഇളയ മകൻ തിരിച്ചു വന്നിട്ടുണ്ട്, അവന് ചെരുപ്പ് കൊടുക്കണം, അവന് മോതിരം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം. താഴെ അപ്പം എഴുതി വെച്ചിരിക്കണം ബാക്കിയുള്ളതെല്ലാം എൻ്റെ മൂത്തവന് കൊടുക്കണമെന്ന്. എനിക്കുള്ളതെല്ലാം ആ പ്രമാണം അവസാനിക്കണം. അങ്ങനെയാണ്. കർത്താവിൻ്റെ കഥയിലൊന്നും മിസ്റ്റേക്കില്ല. നമ്മൾ മനസ്സിലാക്കിയാലാണ് മിസ്റ്റേക്ക്. കർത്താവിൻ്റെ പ്രമാണം ഇതെല്ലാം, ഈ മോതിരവും ചെരുപ്പും എല്ലാം ആദ്യം എഴുതിയപ്പോൾ നമ്മൾ ഓർത്തതെല്ലാം അവൻ്റെ കട. പക്ഷെ പ്രമാണം അവസാനിക്കുമ്പോൾ പറയും എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. അതെഴുതി അപ്പം ഒപ്പിട്ട് കളയും, തീർന്നു. മറ്റവഞ്ഞൊട്ടി. അപ്പം ആവശ്യമില്ലാത്ത അഭ്യാസം കാണിച്ച് പിന്നീട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആർത്ത് വിളിച്ച് തിരിച്ചു വരണം. അങ്ങനെ സീനുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളൊക്കെ ദൈവത്തിന് വല്ല പ്രാർത്ഥന അധികം കേൾക്കണില്ല എന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂടെയാണ് നമ്മളെന്നുള്ള ബോധത്തിൽ നിൽക്കുന്ന കരുത്തുള്ള ഒരു സുവിശേഷ വ്യക്തിത്വമുണ്ട്. അതാണ് ഉടമ്പടി അവസാനം ലക്ഷ്യം വെക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ നിങ്ങൾ അനുഗ്രഹിക്കുന്ന സമയമാണ്. കർത്താവ് ഇത്രയും നേരം വചനങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വചനത്തിൻ്റെ ആന്തരിക രഹസ്യങ്ങളെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെടുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷ ആരംഭിച്ചത്. അത് അവസാനിക്കണം ദൈവത്താൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ടതിന് ശേഷം. ഇപ്പോഴ് കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. നിങ്ങളുടെ രോഗങ്ങൾ, ഭാരങ്ങൾ, ജീവിത ദുരിതങ്ങളുടെ മേലെല്ലാം ദൈവിക സമാശ്വാസവും ശക്തിയും ലഭിക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഈ അൾത്താറയിൽ നടന്ന ആയിരക്കണക്കിന് ആരാധന ശക്തിയാൽ മാറിയ രോഗങ്ങളെ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മക്കൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവെ ചെകിടിനെ കേട് നൽകിയവനെ, കർത്താവെ ഊമന് സംഭാഷണത്തിൽ നൽകിയവനെ, കർത്താവെ മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ തലവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുമറുപാർന്ന വലതുകരം, ആണിപ്രധാർന്ന അത്ഭുതകരം ഓരോ മകന്റെ മേലും മകളുടെ മേലും വെക്കണമേ. അടിപ്പിണർ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി
യേശു ക്രിസ്തുവിൻ്റെ ശക്തി, ഉയർത്തെഴുന്നേറ്റ ശക്തി ഉച്ചമുതൽ ഉള്ളംകാൽ വരെ പ്രസരിക്കട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാർഗരോഗങ്ങൾ, തീരാവേദങ്ങൾ, അസ്ഥിരോഗങ്ങൾ, അസ്ഥിയുരുക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, പരീക്ഷയിലെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ ആശങ്കാകുലമായ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും ആൾക്കാരെ പ്രാർത്ഥിക്കുന്നു. കാര്യം കുഞ്ഞുങ്ങളെ തോക്കി അവർക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരുടെ ചങ്ക് തകരും. അതുകൊണ്ട് അച്ഛൻ ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കളെ കർത്താവെ അങ്ങയുടെ തിരുസന്നിധി വീണ്ടും സമർപ്പിക്കുന്നു. കർത്താവ് ഹൈസ്കൂൾ മുതൽ കോളേജ് മുതൽ മെറിറ്റ് പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, കോമ്പറ്റേറ്റീവ് എക്സാമിൻസ്, മത്സര പരീക്ഷകൾ എല്ലാം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് കർത്താവ് ഞെട്ടിപ്പിക്കുന്നു. നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കുന്നു. കർത്താവ് അവരുടെ പരാധീനം പോരായ്മ പരിഹരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അവർ ആഴമായി വിശ്വസിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ഒരു ജീവിതം, വിശ്വാസത്തിൻ്റെ സാക്ഷ്യ ജീവിതം തുടരാൻ വേണ്ടി അവരുടെ ഉദ്യമങ്ങളെ നീ കർത്താവ് നീ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാൾ ദൈവശക്തിയാൽ വിജയത്തിൻ്റെ ദൈവം കർത്താവെ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും നിങ്ങൾ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുകയും ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വകാര്യമായ പ്രതിസന്ധി ഇരിക്കുന്നവരെയാണ് അച്ഛനിപ്പോൾ ഓർക്കുന്നത്. ചില വ്യക്തികൾ ചില വിഷയങ്ങളിൽ കുരുങ്ങിയിരിപ്പുണ്ടാകും. അവർക്ക് സഹിക്കാനാവാത്ത ചങ്കിനുവേദന അനുഭവിക്കുന്നവരുണ്ടാകും. അവരെ ഞാൻ ഇപ്പോഴേക്ക് അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഇപ്പോഴും അച്ഛൻ ഞങ്ങളുടെ വിഷമ സ്വകാര്യ ദുഃഖങ്ങൾ പറയണം എന്നാഗ്രഹിക്കുന്നവർക്ക് കർത്താവിൻ്റെ അരുളപ്പാടാണിത്. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിങ്ങൾക്ക് ദുഃഖവും ഭാരവും ഉണ്ടാക്കുന്ന ജനങ്ങളുടെ സംസാരങ്ങൾ, അതുപോലെ തന്നെ മറ്റ് കേസുകൾ, വഴക്കുകൾ, നിങ്ങൾക്കെതിരെ പതിയിരിക്കുന്നവർ, നിങ്ങളുടെ പ്രാണനെ തോൽപ്പിക്കാൻ നോക്കുന്നവർ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവർ, നിങ്ങളെ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നവർ, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവർ, നിങ്ങളുടെ ഭാഗധേയങ്ങളും ഓഹരികളും നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ, നിങ്ങൾക്കെതിരെ ഗ്രൂപ്പ് കൂടുന്നവർ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസമർത്താരെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ശക്തിയാൽ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ നിങ്ങൾക്കെതിരെയുള്ള നാരക ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ നിഗനിക്കപ്പെടട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, ഈ പ്രാർത്ഥനയെ കൂടാൻ വേണ്ടി നിങ്ങൾക്ക് കർത്താവ് നൽകിയ വിളിയാണ്, ദൈവവിളിയാണ്, ദൈവാനുഗ്രഹമാണ്. ഇപ്പോഴും ആരാധനയിലെ അരികിൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വായിക്കാൻ ഞങ്ങൾ വൈദികരും സിസ്റ്റേഴ്സും ശുശ്രൂഷകരും ഉണ്ട്. നിങ്ങളിപ്പോൾ മൗനമായി നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ആലയത്തിൽ പ്രവേശിച്ചത് അത് മാതാവിൻ്റെ മധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുക. മൗനമായി വീണ്ടും ശ്രദ്ധിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് രോഗപീഡിതരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ ഓപ്പറേഷന് വേണ്ടി ചീട്ട് കുറിച്ചവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഓപ്പറേഷൻ വിജയകരമാകുവാനും കർത്താവ് അങ്ങ് വിചാരിച്ചാൽ ഓപ്പറേഷൻ വേണ്ടെന്ന് വെക്കാനും കഴിയും. കർത്താവ് അങ്ങനെ അനന്തമായ കാരുണ്യത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന കർത്താവ് ഓപ്പറേഷൻ തിയേറ്ററിൽ കർത്താവ് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഉപയോഗിക്കുന്ന മരുന്നുകൾ, എല്ലാ പ്രൊസീജിയറും പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഉന്നതമായ ആരോഗ്യത്തോടെ അവർ തിരികെ വരുന്നതിനായി ഇടിമുഴക്കം പരിശോധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ ആഴ്ച ജോലി അന്വേഷിച്ച് പോകുന്നവരെ, സർവീസ് സംബന്ധമായ കാര്യത്തിൽ പോകുന്നവർ, യാത്രാ സംബന്ധമായ കാര്യത്തിന് വേണ്ടി പോകുന്നത്, സാങ്കേതികമായ നിയമപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവർ, വീട്ടിൽ നിന്ന് ഓരോരോ ഉദ്യമങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവരെല്ലാവരും പരിശുദ്ധമ്മ ദേവമാതാ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തെ സ്ഥിരീകരണത്തിനായി ദൈവത്തിൻ്റെ അടയാളം, സ്വർഗീയ അടയാളം ഞാൻ നിനക്കും എൻ്റെ ദൂതനയക്കും നല്ല കർത്താവിൻ്റെ ദൂതൻ്റെ സാന്നിധ്യം നിന്റെ നീ പോകുന്നിടത്തിൽ അനുഭവവേദ്യമാകുന്നതിന് വേണ്ടി ഇടിമുഴക്കം പരിശോധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ. വരേണമേ
എന്നിൽ നിറയണമേ. നാഥാ, കരുണയണമേ, സൗഖ്യം നൽകണമേ. മുട്ടയിൽ നിന്ന് മൗനമായി പ്രാർത്ഥിക്കുക. സമാപനാശീർവാദം സ്വീകരിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ആരാധനയിൽ തുടക്കത്തിൽ ഈശോ സംസാരിച്ചതുപോലെ അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. ഈശോയെ, മരിയൻ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് നിന്റെ വചനങ്ങൾ ശ്രവിച്ച് അത് പാലിച്ച് നടപ്പിൽ വരുത്തി നീ ഞങ്ങളോടൊത്ത് വസിക്കുവാനുള്ള നിന്റെ സാന്നിധ്യം എന്നും ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുവാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ വചനങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി ഞങ്ങളും സ്വർഗരാജ്യത്തിൽ വലിയവരാകുവാൻ ഈശോയെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് Ave